ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് സന്തോഷം കൂടെ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ 4000 മണിക്കൂർ കഴിഞ്ഞു, അതേപോലെ തന്നെ മോണിറ്റൈസ് ആയി കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇങ്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് 799 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. ഇത് 1000 ആ റേഞ്ച് വരുന്ന 945 1000 ആ റേഞ്ചിലാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ഓഫർ വന്നപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. ട്രൈപോഡാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മളെ ഈ ഒരു ഫോണ്, അതേപോലെ ഈ ഫോണും കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇതുപോലത്തെ ക്യാമറയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ട്രൈപോഡാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് 1000 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 799 രൂപയ്ക്കാണ് ആമസോണിൽ ഇപ്പം ഓഫറുണ്ട്. ഓഫറായിട്ട് നമ്മൾ വാങ്ങിയതായിരുന്നു ഇത്. അപ്പോൾ നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വ്ളോഗിങ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം ഹൈറ്റ് വരുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ബോക്സ് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ചെറിയ ട്രൈപോഡിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇതുവരെ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാങ്ങണം തോന്നി. ഇത് സാവിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല അതായത് നമുക്ക് സ്റ്റാർ റേറ്റൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങിയത്. അത്യാവശ്യം സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിയത്. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ക്യാമറയും ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ട്രൈപോഡൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു തോളിലൊക്കെ ഇട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ബാഗിലാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി എടുക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് അലുമിനിയത്തിൻ്റെ മുകളിൽ നല്ല സ്പ്രേ പെയിൻറ്റ് പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വരുന്ന നല്ല ഫൈബർ ടൈപ്പാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഇങ്ങോട്ടും ഫൈബറൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ലൊരു ആ ഒരു എഫക്റ്റ് നമുക്ക് അറിയപ്പെടുന്നുണ്ട്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 200-ൻ്റെ ഈ ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഇത് നല്ലതായത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് 290-നും 300-നൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇത് വാങ്ങുകയാണെങ്കിൽ തന്നെ വാങ്ങാം. അത്യാവശ്യം ക്യാമറയൊക്കെ ഇത് നല്ലോണം താങ്ങുന്നുണ്ട്, വെയിറ്റൊക്കെ. ഈ ഒരു ക്യാമറയൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തായിരുന്നു മുകളിലേക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യിക്കുന്ന അതിൻ്റെ ഇത്, അതേപോലെ തന്നെ ഹൈറ്റും കൂട്ടാം. അവിടെ തന്നെ ഒരു ഹൈറ്റ് കൂട്ടാനുണ്ട്. പിന്നെ താഴെ ഭാഗത്താണ് നമുക്ക് കൂട്ടാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയണമെങ്കിൽ ഈ ഒരു ഇതുപോലെ കുറച്ച് ലൂസിൽ അതിന് 3 അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ ലിവർ തന്നെയാണ് വരുന്നത്. ഒന്ന് കാണാൻ ഈ ഭാഗത്തുള്ള ചെറിയൊരു ഇതും, അതേപോലെ മുകളിലേക്കും അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് കോർണറിലേക്കൊക്കെ കോർണർ ഭാഗം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന നമുക്ക് ഈ മൗണ്ട് വരുന്നത് നമ്മുടെ ക്യാമറയുടെ ആ ഗിംബലിൻ്റെ ഇതിലേക്കാണ് വരുന്നത്. നട്ട് പോലെയാണ് ആ ചെറിയ ക്യാമറേൻ്റെ അടിഭാഗത്ത്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്യാമറ നമുക്ക് ഇതൊരു ടൈറ്റ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു അഡ്ജസ്റ്റബിൾ നട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ തന്നെ വരുന്നത് കാണാം. ഈ ഹാൻഡിൽ വരുന്നത് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 2 നട്ടും പാടെ വരുന്നുണ്ട് നമുക്ക്. അതായത് തന്നെ ക്യാമറയെ വലത്തോട്ടും ഇടത്തോട്ടും അതുപോലെ മുന്നോട്ടും താഴോട്ടും സ്റ്റാൻഡ് നമുക്ക് കറക്റ്റ് ഈ ഒരു ലെവലിലാണ്. അപ്പോൾ ഇനി ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാലിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ഈ ഒരു കാലിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 3 കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലിൻ്റെ നീളം കൂട്ടാം. അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ കട്ടിങ് ഇതുപോലെ വെച്ച് ഇതിൻ്റെ നീളം കൂട്ടാം. പിന്നെ നമുക്ക് മുകളിലത്തെ ഇതാണ് ഇതുപോലെ നീളം. അങ്ങനെ 3 എണ്ണത്തിൻ്റെ നമുക്ക് നീളം ഇതുപോലെ കൂട്ടിയെടുക്കാം. ഇതുപോലെ ഈ ഒരു ക്ലിപ്പൊക്കെ അയച്ചെടുത്താൽ എല്ലാ കാലും നമുക്കിതുപോലെ എന്നിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യാം, ഇതും ടൈറ്റ് ചെയ്യാം, ഇതും ടൈറ്റ് ചെയ്യാം, ഇത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ 3 കാലും നമ്മൾ ടൈറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പ് വ്യൂ സൈസാണ് ആ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാലിൻ്റെ എഡ്ജാക്കി നമുക്ക് ഇതുപോലെ ക്യാമറ നമുക്ക് ഏത് പൊസിഷനിലും നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ സൈസിലാണ് ഇത് വരുന്നത്.
അപ്പോൾ നമ്മൾ ചെറുതാക്കണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. ഈ ഒരു കാല് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി താഴോട്ട് താവും. അതേപോലെ തന്നെ ഈ ഒരു കാല് വേണ്ടെങ്കിൽ ഇതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത്ര കോമ്പാക്റ്റ് സൈസ് ഈ ഒരു സൈസിൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിലെടുക്കാം. അതേപോലെ തന്നെ ഇനി കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. ഇനി ഒന്നുകൂടി കുറയ്ക്കണമെങ്കിൽ താഴത്തെ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗവും പിന്നെ ഈ ഒരു ഭാഗവും കുറച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ ഇതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോമ്പാക്റ്റായി. അപ്പോൾ ഈ ഒരു സൈസിൽ മതിയെങ്കിൽ ഇതിങ്ങനെ ആക്കാം. ഇനി ഇതിൻ്റെ ഒരു ഇതുമ്പാടെ നമുക്ക് ലാസ്റ്റുള്ള ഇതുമ്പാടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. പിന്നെ ഈ ഒരു കാലുണ്ട്, ഇതും അപ്പോൾ ഇതാണ് ഏറ്റവും, അതായത് നമുക്ക് ഹൈറ്റ് കുറവുള്ള ഒരു ഹൈറ്റ് ഇതാണ്. ഇതിൽ ഏറ്റവും ഹൈറ്റിൽ നമുക്ക് ക്യാമറയാണ്. ക്യാമറ നമുക്ക് റോൾ ചെയ്യാം ഏതൊരു പൊസിഷനിലും. പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു മൗണ്ട്, അതായത് ഫോൺ മൗണ്ട് ചെയ്യാനുള്ള ഒരുപാട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ക്യാമറയാണ് ഇതിൽ കണക്ട് ചെയ്തത്. അപ്പോൾ ക്യാമറ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഇതിൽ ക്യാമറയും കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യണം. ഈ ഒരു ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇവിടെ കാണാം, ഇവിടെയും കണക്ട് ചെയ്യാം, ഇതിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതും കറക്കി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ് ഈ ഒരു ഓറിയൻറ്റേഷനിൽ കൊടുക്കണം. ഇതുപോലെ കൊടുക്കാം, ഇതുപോലെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം പൊസിഷനാവും. ഈ ഒരു ആംഗിൾ നമുക്ക് ടൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ഇടും. ആണോ? അപ്പോൾ നമ്മുടെ ഫോൺ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ ഹോൾഡർ നമുക്കൊന്ന് മാറ്റണം. നമുക്ക് ഫോൺ തിരിച്ചിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ ഒരു ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വരുന്ന ഇതിലേക്ക് ഈ ഒരു നട്ട് ഇതിലേക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹോൾഡറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു പ്രത്യേകത. ലോക്ക് സ്പ്രിങ് വരുന്നതിലൊന്ന് ഏതെങ്കിലും ഒരു ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോണിൽ ലോക്കാക്കി വെക്കാം. പിന്നെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകൾ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കും ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 ലോക്ക് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ ഹാൻഡിലാണ് വരുന്നത്. അത് നമുക്ക് അതായത് മൊത്തമായിട്ട് ഫോണിന് തിരിക്കാൻ വേണ്ടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഫ്രീ ആക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫോണിൻ്റെ അതായത് ആംഗിൾ നമുക്ക് അതായത് ക്യാമറയെ താഴെ ഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്കും ചലിപ്പിക്കാം. അതേപോലെ തന്നെ കോൺ ഭാഗത്തേക്കും ചലിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബോർഡൊക്കെയാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ബോർഡിലുള്ള കമ്പോണൻസിനെയൊക്കെ നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഈ സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോണിൻ്റെ ക്യാമറയുടെ ഫോക്കസ് അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് ആ വസ്തുവിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.